നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ ജന്മദിനത്തിൽ ദുബായ് ടീം ടോളറൻസ് ദുബായിയുടെ ചരിത്രവും ഷെയ്ഖ് മുഹമ്മദിന്റെ ഭരണ നേട്ടങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു. മത്സരത്തിൽ ജോർദാൻ സ്വദേശി അബ്ദുള്ള യൂനിസ് ഡി ഹബീബ് ജേതാവായി. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികളെ പിന്തള്ളിയാണ് അബ്ദുള്ള ഒന്നാമതെത്തിയത്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് രചിച്ച റിഫ്ലക്ഷൻ ഓൺ ഹാപ്പിനെസ് ആൻഡ് പോസിറ്റിവിറ്റി എന്ന പുസ്തകത്തിന്റെ അറബ് പരിഭാഷ UAE ടീം ടോളറൻസ് ചാപ്റ്റർ ചെയർമാൻ സി സാദിഖ് അലി അബ്ദുള്ളയ്ക്ക് സമ്മാനിച്ചു. കേളി കലാ സാംസ്കാരിക വേദി മലസ് ഏരിയ കമ്മിറ്റി നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം ആവണി 2024 വിജയിപ്പിക്കുന്നതിനായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. മലസ് ഏരിയ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ ഏരിയ പ്രസിഡന്റ് മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര പ്രസിഡന്റ് സെബിൻ ഇക്ബാൽ യോഗം ഉദ്ഘാടനം ചെയ്തു. മുൻ വർഷങ്ങളിൽ വിജയകരമായി പൂർത്തിയാക്കിയ ആവണി മികച്ച രീതിയിൽ 3ാം സീസണും സംഘടിപ്പിക്കാൻ സംഘാടക സമിതിക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു. ഏരിയ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ നൌഫൽ ഉള്ളാട്ട് ചാലി സംഘാടക സമിതി പാനൽ അവതരിപ്പിച്ചു. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് ഇൻഗാസ് ഖത്തർ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. ICC അശോക ഹാളിൽ നടന്ന പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ പ്രമുഖരും സംഘടനാ പ്രതിനിധികളും ഇൻഗാസ് കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയോടെ ആരംഭിച്ച ചടങ്ങിൽ ഖത്തർ ഇൻഗാസ് പ്രസിഡന്റ് ഹൈദർ ചുങ്കത്തറ അധ്യക്ഷത വഹിച്ചു. ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇൻഗാസ് ഖത്തർ നിർമ്മിച്ച ഡോക്യുമെന്ററി പ്രദർശിപ്പിച്ചു. പങ്കെടുത്തവർ മെഴുകുതിരി തെളിച്ച് അദ്ദേഹത്തിന് ആദരവർപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം മുഖ്യപ്രഭാഷണം നടത്തി. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.